വെൽക്കം ബാക്ക് ടു അനദർ ഡേ ആൻഡ് അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് വേറെ കൂടുതലല്ല, സ്വർഗ്ഗമേട് എന്ന് പറയുന്നത് മോസ്കോ ഹില്ലിട്ടാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ എക്സ്പ്ലോർ ദ മോസ്കോ ഹിൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് മൂവാറ്റുപുഴ കൂടി കോതമംഗലം കൂടി മൂന്നാറിൻ്റെ ആ സ്ഥലം കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വെറൈറ്റിക്ക് ഞാനിപ്പോൾ പോത്താനിക്കാട് കൂടിയിട്ടാണ് പോകുന്നത്. നല്ല കട്ടറുള്ള റോഡാണ് കേട്ടോ. നമുക്ക് വേണ്ടത് ഇതാണ്, സ്വർഗ്ഗമേട്. ഒത്തിരി നിഗൂഢതകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗ്ഗമേട് എന്നാണ് എല്ലാവരും പറയപ്പെടുന്നത്. പക്ഷെ അറിയില്ല. വി ക്യാൻ ഗോ ആൻഡ് എക്സ്പ്ലോർ ദ എൻറ്റയർ സ്വർഗ്ഗമേട്. സമയം 6:46 കേട്ടോ. നല്ല ചെറിയൊരു തണുപ്പ് ഉണ്ട് ഈ ലൊക്കേഷനിൽ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല തീ പൊള്ളണ ചൂടാണ് കേട്ടോ. ക്ലൈമറ്റ് ഭയങ്കര മോശമാണ്, വളരെ 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 മോശമാണ്. ഇങ്ങോട്ട് കേരളം അനുസരിച്ച് ചായക്കടയൊന്നുമില്ലല്ലോ. ഒരു ചായ കുടിക്കാന്ന് വെച്ചപ്പോൾ ചായക്കടയൊന്നും കാണാനില്ല. ഏതെങ്കിലും ഒരു കുഞ്ഞിക്കട കിട്ടുവാണെങ്കിൽ നമുക്ക് ആ കുഞ്ഞിക്കടയിൽ കയറാം. എവിടെയോ ഒരു കടയുണ്ട്. ആ കടയുടെ ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ഥലമാണെന്നാണ് ഇവർ പറയുന്നത്. ഗൂഗിൾ മാപ്പിൽ ചേച്ചി എനിക്ക് തോന്നുന്നല്ലേ കാണുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സ്വർഗ്ഗമേട് ലെഫ്റ്റ് സൈഡിൽ ഞാനൊരു മല കാണുന്നുണ്ട്. എനിക്ക് ഒരു പക്ഷേ അതായിരിക്കും. ഐ തിങ്ക് സോ. ലെഫ്റ്റ് എങ്ങോട്ട്? സ്വർഗ്ഗമേടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സൂപ്പർ. അല്ലെങ്കിലും ഈ ടൂറിസ്റ്റ് പ്ലേസിട്ട് കയറി പോകുന്ന വഴികളെല്ലാം വളരെ മനോഹരമായിരിക്കും കേട്ടോ. ഏലത്തിന്റെ നടുക്കേക്കടെ ഏലമലം കാട്ടിലൂടെ വണ്ടി ഓടിച്ചേ നമ്മ മുന്നോട്ട് പോകുന്നു. ഇപ്പൊ ഒരു റിവ്യൂല് മറ്റേ പാട്ടൊക്കെ പറഞ്ഞൊരു മനുഷ്യനുണ്ടല്ലോ, എനിക്ക് പേരൊന്നും അറിയില്ല. അതുപോലെ ഏലമല കാട്ടിലൂ വണ്ടി ഓടിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഓഹോ, ടഫസ്റ്റ് ഓഫ് റോഡാന്ന് തോന്നുന്നുണ്ടോ ഗൈസ്? മഴയില്ലാത്തതുകൊണ്ട് ഫുള്ള് പൊടിയാണ് കേട്ടോ. തെന്നോ എന്തോ. വാവ്, സൂപ്പർ സ്ഥലമാണ് കേട്ടോ. ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് വണ്ടി തെന്നുന്നുണ്ട് കേട്ടോ. സ്ഥലം വെള്ളക്കുതിര. പൊടിയാണല്ലോ. നമ്മൾ കയറി വന്ന വഴിയാണിത്.
In 200 meters, slight left. കയറ്റി നോക്കണോ? കയറില്ലെന്ന് അറിയില്ല, പൊടിയാണ് കേട്ടോ. അങ്ങോട്ട് സ്ഥലമില്ല കേട്ടോ ഗൈസ്. വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് ടെറൈൻ പൊടിയാണ്. ഇറങ്ങി വരുമ്പോൾ തിന്നാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട്. അതൊക്കെ പിടിച്ചേക്കേണ്ട വരുമായിരിക്കും. പൊടി ആയതുകൊണ്ട് എനിക്കൊരു വിശ്വാസക്കുറവ്. ഇവിടെ നിന്ന് ഇറക്കി വെക്കാം, അത് ഏറ്റവും ഒന്നിറങ്ങിയിട്ടാ. വഴിയൊക്കെ നല്ല രസമാണ്, പക്ഷേ വണ്ടി തന്നെയാണോ കയറി പോകുള്ളൂ എന്ന് എനിക്കൊരു പേടിയുണ്ട്. കാരണം ഈ പൂഴിമണലായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് നടക്കാൻ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു സ്വർഗമേട്. പക്ഷെ വണ്ടർഫുൾ. അവിടെ ഒരു കുരിശുണ്ട്, അവിടെയാണിത് പോയി നോക്കാം. ഇതാണോ സ്വർഗമേട്? അതോ ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ സ്വർഗമേടായിട്ട്? അങ്ങനെ നമ്മൾ സ്വർഗമേട് മല കയറി. മലയുടെ ഫ്രണ്ടിലതേ ബാക്കിൽ ഞാൻ ഹെസമോളെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അയ്യോ, വെയിൽ പതുക്കെ വന്നു തുടങ്ങി. പക്ഷെ എന്നാലും എന്താ പറയുന്ന ഒരു ചെറിയൊരു തണുപ്പിൻ്റെ ആ ഒരു ഫീലുണ്ട് കേട്ടോ. ഞാൻ അവിടെ നിന്നപ്പോഴത്തേനും വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട് കയറി പോന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ വണ്ടിയും കൂടെ കയറ്റിക്കൊണ്ട് വന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ മൊത്തം പൂഴിമണൽ പോലത്തെ സാധനം. വണ്ടിയുടെ ടയർ ഇങ്ങനെ കിടന്നിങ്ങനെ സ്കിപ്പായിക്കൊണ്ടിരിക്കുക. വെയിലായതുകൊണ്ടാവാം. ഇതാണ് ഇവിടെയുള്ളൊരു കുരിശട്ടോ. വൈ ഇറ്റ്സ് കോൾഡ് സ്വർഗമേടെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. കാരണം ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു മലയാണ്, അവിടെ ഒരു മലയാണ്, ഇവിടെ ഒരു മലയാണ്,
ഇവിടെ ഒരു മലയാണ്, അവിടെ ഒരു മലയാണ്, ഇവിടെ ഒരു മലയാണ്. മീൻസ് ഫുള്ള് മല. ഒരു മലയുടെ നടുക്ക് നമ്മൾ വീണ്ടും ഒരു മലയുടെ നടുക്ക് നിന്നിട്ട് എങ്ങനെയാണോ ബാക്കിയുള്ള സ്ഥലത്തേട്ട് നോക്കുന്നത് ആ ഒരു ഫീലുണ്ട് കേട്ടോ. ഇതൊന്ന് ആ സൈഡൊക്കെ വാഗമണ്ണാന്ന് തോന്നുന്നു കേട്ടോ. അതൊക്കെ വാഗമൺ സൈഡാണ് തോന്നുന്നു. കാരണം അവിടെ അത്യാവശ്യം നല്ല കോടയും പരിപാടിയൊക്കെ ഉണ്ട്. അയ്യോ, അങ്ങനെ നമ്മൾ മോർണിംഗ് റൈഡ് സോളോ ട്രിപ്പ് വിത്ത് ഹെസമോളയും കൊണ്ട് നമ്മൾ സ്വർഗമേട് തിരികെയാണ് ഗൈസ്. സ്വർഗമേട്. ഈ പുല്ലിന് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. തന്നെ ഉള്ളത് കൊണ്ട് നമുക്ക് ചെറിയൊരു ഭയം വരും കേട്ടോ, പേടി. തന്നെയാണല്ലേ എന്തെങ്കിലും പറ്റി ആരും ഇല്ലല്ലോ എന്നൊരു തോന്നലൊക്കെ വരും. പിച്ചിലൊക്കെ ഉണ്ടല്ലോ. കുറച്ച് ഗ്രീനറി ഫീൽ. അയ്യോ അയ്യോ, ഇതൊരു ഒന്നൊന്നര ഫീലാട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. മറ്റേ സീസോയിലിരുന്ന് പോകുന്ന പോലെ ഉണ്ട് കേട്ടോ. അയ്യോ എടാ, നമ്മള് വന്ന വഴി വീണ്ടും ഇറങ്ങി. അയ്യോ, ഇതിങ്ങനെ നമുക്കിങ്ങനെ വട്ടം ചുറ്റി നടക്കാന്നേ ഉള്ളൂ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുമ്മാ വണ്ടി ഓടിച്ച് നടക്കാം. പക്ഷെ അന്നാട്ട് വലിയ സുമാറുള്ള ഇത് പരിപാടി അല്ല. സുമാറുള്ള പരിപാടി എന്ന് വെച്ചാൽ അത്രയും വലിയ സെറ്റപ്പ് ഒന്നുമില്ല. കാരണം സ്വർഗമേട് എന്ന് പറഞ്ഞാൽ ഞാൻ കരുതി കുറച്ചും കൂടെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ഉള്ള ഒരു സംഭവമായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷെ അത്രയും ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങൽ പ്രക്രിയ കേട്ടോ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നല്ല കൂമമണലെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഭയങ്കര പൊടിയാണ്. പൊടി ആയതുകൊണ്ട് തന്നെ തെന്നാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ബാക്ക് ബ്രേക്ക് ആൻഡ് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ കാലോർണം ഞാൻ റിലീസാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. പക്ഷേ നമ്മളാ പ്രതീക്ഷിച്ച അത്രയും ഉള്ള സ്ഥലം ഇല്ല എന്ന് വേണമെങ്കിൽ പറയണം കേട്ടോ. ശരിക്കും അത്രയുമുള്ളൊരു സ്ഥലം ഇല്ല സ്വർഗമേടെന്ന് പറയത്തക്കതായിട്ട്, അല്ലേ? ഞാനും ഒത്തിരി പ്രതീക്ഷിച്ച് വന്ന സ്ഥലമാണ്. പക്ഷെ വലിയ സംഭവമായിട്ടില്ല. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ വേറൊരു സ്ഥലമൊക്കെ ഞാൻ അവിടെ കണ്ടു. എന്നാലും ഒരു സ്ഥലം കിട്ടിയില്ലെങ്കിൽ അടുത്ത സ്ഥലം നമ്മൾ പിടിക്കൂലോ. വേറൊന്നും കിട്ടിയില്ലെങ്കിൽ അടുത്തത് നമ്മൾ പിടിക്കും. ഉറപ്പായിട്ടും നമ്മൾ അടുത്ത് പിടിക്കും. ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ കുതിര, സ്മോൾ കുതിര. ഓ ടീ. ഇവിടെ റിസോർട്ട് പോലത്തെ പരിപാടി ഉണ്ട് കേട്ടോ. ഡെവലപ്ഡായി വരുന്നതേ ഉള്ളൂ. മണ്ണിട്ട വഴികൾ.
വാട്ട് എ വ്യൂ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് എ മല്ലു. ഇതേക്കൂടെയുള്ള ഫണ്ണി വീഡിയോസ് വേണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ആ ബെല്ലൈക്കണൊക്കെ അമർത്തുവാണെങ്കിൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാം കേട്ടോ. അമ്പോ ഇതേക്കൂടെയുള്ള ഫണ്ണി വീഡിയോസ് എല്ലാം കാണാം. ഹിമാലയൻ്റെ ഷോക്ക് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഈ ഇത്രയൊക്കെ എഫേർട്ട് എടുത്ത് ചാടിയാലും പക്ഷെ ആ ഒരു എന്താ പറയുക, നമ്മൾ ഈ സോഫയിലിരിക്കുന്ന സുഖം കേട്ടോ ഇത് നമുക്ക് തരുന്നത്. അത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാലും ഫെൻറ്റാസ്റ്റിക് എന്ന് വേണമെങ്കിൽ പറയാം. വെട്ടത്തുനിന്ന് ഇങ്ങോട്ട് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേന് കണ്ണ് കാണാത്തൊരവസ്ഥ. പെട്ടെന്ന് അത്രയും സൂര്യവെട്ടത്തുനിന്ന് ഒറ്റയടിക്ക് പുറകോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം കൂട്ടുകാരിലേക്ക്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ഓൾ അബൌട്ട് എ മല്ലു, സൺ ഓഫ് യഹാനോടൊപ്പം ഓഫ് റോഡിൽ തരംഗം ദൃഷ്ടിക്കുന്ന ഹെസമോളായിട്ട് പുതിയ വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ.